ഇപ്പം എല്ലാം യൂണിവേഴ്സിൻ്റെ കാലമല്ലേ. ഓരോരോ പാരലൽ യൂണിവേഴ്സ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഓരോ ടൈം ലൈനിൽ ഓപ്പണായി കിടക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വേരിയൻസിനെ നമുക്കതിൽ കാണാൻ പറ്റും. പലതരം ആളുകൾ പലതരം ബിഹേവിയർ, അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പീക്ക് പരിപാടികളൊക്കെ ചെയ്ത് ഇങ്ങനെ ആൾക്കാർ മുന്നോട്ട് പോകും. ആക്ച്വലി ഉപദ്രവമൊന്നും ഇല്ലാതെ കാണുന്നവർക്ക് വ്യൂവേഴ്സിന് വലിയ രീതിയിലൊരു ഉപദ്രവം ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ ഫണ്ണി ആയിട്ട് ഭയങ്കര രസമായിട്ട് പോകുന്നവരൊക്കെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും. അല്ലാത്ത ആളുകൾ കുറച്ച് ആൾക്കാരുണ്ട്, വൻ സീനാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഉണ്ടായ ഷാജഹാനും നിഷാനൊക്കെ ഇഷ്യൂ പോലെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന കുറേ എണ്ണങ്ങളെ നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് തന്നെ കണ്ടൻറ്റ് നമ്മുടെ മണവാളൻ യൂണിവേഴ്സിനെ കുറിച്ചാണ്. മണവാളൻ പ്രാങ്ക് വീഡിയോ പരിപാടിയൊക്കെ ആ കേസിന് ശേഷം സൈഡാക്കിയിട്ട് പിന്നെ ലൈഫൊക്കെ ഒന്ന് സെറ്റിലാക്കിയതിന് ശേഷം ഇപ്പോൾ സ്ട്രീമിംഗ് പരിപാടിയിലേക്കാണ് മണവാളിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പോത്ത് ഷാജഹാനുമായിട്ട് ഇപ്പം തല്ലും ഇപ്പം റിങ് വയ്ക്കും, ഇപ്പം അടി ഉണ്ടാക്കും, ഇപ്പം ഫൈറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്ക്രിപ്റ്റിൻ്റെ ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു മണവാളിൻ്റെ. അതിനിടയിലാണ് ഈഗിളുടെ ആ ഒരു സീനൊക്കെ പിടിച്ച് മണവാളിൻ്റെ ഒപ്പമുള്ള ആൾക്കാർ മണവാളിനെ തന്നെ പിന്നിന്ന് കുത്തി ഓരോരോ വഴിക്ക് പോയി. അപ്പോൾ അടുത്തത് വാട്ട്സ് നെക്സ്റ്റ് നിൽക്കുമ്പോഴാണ് മണവാളിനൊരു ഫൈറ്ററാണ്. ഇതിന് മുമ്പും ഞാൻ മണവാളിൻ്റെ കുറച്ച് പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഈസ് എ പ്രൊഫഷണൽ ഫൈറ്റർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി മണവാളിൻ്റെ കുറേ അധികം വീഡിയോസ് ഞാൻ കണ്ടു. എവിടെയോ ഒരു കോമ്പറ്റീഷന് പോയിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. സോഷ്യൽ മീഡിയ മൊത്തം ആ സാധനം കറങ്ങാനുള്ളൊരു കാരണം അതിൽ മണവാളുടെ ഫൈറ്റിംഗ് സ്കിൽസോ അല്ലെങ്കിൽ ആളുകളത് കണ്ടിട്ട് മണവാളൻ മാസാണെന്നോ ഈ സ്കീമിലല്ല. ഓപ്പോണൻ്റ് ആയിട്ടുള്ള വ്യക്തി ഏതൊരു ബംഗാളിനെ വിളിച്ചു കൊടുത്തു, ഏതൊരു പൊറാട്ട കമ്പനിയിൽ പൊറാട്ട അടിക്കുന്നവനെ വിളിച്ചു കൊടുത്തു. അങ്ങനെ ട്രോളും മഴ. അലൻ ജോസ് പെരേരനായിട്ടാണ് നീ ഫൈറ്റ് അടിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ബോക്സ് തുര തൂക്കി അടിയാണ് മണവാളിന്. അപ്പോൾ ഞാൻ ഒരു ക്യൂരിയോസിറ്റി കൂടിയിട്ട് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നി. ഇന്നിപ്പോൾ നമ്മളുടെ മനോരമ ന്യൂസ് വരെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് തന്നെ മണവാളൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മണവാളൻ്റെ പ്രിപ്പറേഷനും പിന്നെ കപ്പടിച്ചതിന് ശേഷം പറഞ്ഞതുമായിട്ടുള്ള മെഡൽ അടിച്ചതിന് ശേഷം പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. തൂക്കി മക്കളെ തൂക്കി. ഗോൾഡ് മെഡൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ട് നിൽക്കുകയാണ്. ഈ അവസരം മുമ്പാർക്ക് എനിക്ക് എന്താ പറയാനുള്ളത്? ഇത് കാറിൽ നിന്ന് കുണച്ചാലോ അതോ വീട്ടിലിരുന്ന് ഗെയിം കളിച്ച് ഉണ്ടാക്കുന്ന സാധനമല്ല, റിങ് അറിഞ്ഞ് കളിച്ചുണ്ടാക്കിയ സാധനം. ഇത് കിട്ടണമെങ്കിൽ റിങ്ങിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ച് കനം വേണം. അപ്പൊ എന്ത് ചെയ്ത് വെക്കട ഇതിന്റെ മേലെ ഒന്ന് എനിക്ക് പറയാനുള്ളൂ. പലരും ഇങ്ങനത്തെ സ്വർണ്ണതാ നമ്മുടെ നാടിന് വേണ്ടിട്ട് സ്വർണ്ണ മെഡൽ വാങ്ങിയിട്ട് നിൽക്കണേ. ഇതിന്റെ 10-1 മേലെ വെച്ചിട്ട് ഇങ്ങനെ ഡയലോഗ് അടിച്ച് കോണ അടിക്കുന്ന പറയുള്ളൂ. വെക്കട ഇതിന്റെ മേലെ ഒന്ന് ഞാൻ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ മണവാളൻ വെക്കട ഇതിൻ്റെ മേലെ ഒന്ന് എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ മുകളിൽ ഒരു 10 വെച്ചിട്ടുണ്ട്. ഒരു 100 ചലഞ്ച് ഇപ്പം തന്നെ മണവാളനോട് പ്രൊഫഷണൽ ഫൈറ്റേഴ്സ് വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ വെക്കട ഇതിൻ്റെ മുകളിൽ ഒന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ 100 വെക്കാൻ ഇവിടെ ആളുണ്ട് എന്നുള്ളത് മണവാളിന് ആദ്യം മനസ്സിലാക്കേണ്ടിയിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഫസ്ട്രേഷനാണ്. അതായത് ഈ അടുത്ത കാലത്തായിട്ട് നല്ല രീതിയിൽ എയർ പോയിട്ടുണ്ട്. ഒപ്പമുള്ളവർ ചതിച്ചിട്ട് പിന്നിന്ന് കുത്തിപ്പോയ സ്കീമും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയതുകൊണ്ട് മണവാളിന് അതിൻ്റെ ഒരു ഫസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ മണവാളിന് ആൻഡ് ഫാമിലിക്ക് മൊത്തത്തിൽ അതിൻ്റെ ഒരു ഫസ്ട്രേഷൻ തീർക്കണമല്ലോ. അപ്പോൾ മകന് ഗോൾഡ് കിട്ടിയ സന്തോഷത്തിൽ അച്ഛനും ഉമ്മയും ഭർത്താവിന് ഗോൾഡ് കിട്ടിയ സന്തോഷത്തിൽ വൈഫും ഒക്കെ ഞാൻ സമ്മതിച്ചു. അവരെ ഫാമിലി ഞാൻ സമ്മതിച്ചു. ഏതാണ് ആ സൈഡിൽ നിന്ന് വന്ന ഐറ്റം? കാറിനകത്തിരിന്ന് കുണയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗ് അടിച്ചു. ഞാൻ മണവാളിനെ ഡയറക്റ്റ് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു ഏതാ ഓൻ. ഞാൻ മണവാളിനോട് ചോദിച്ചു ഏതാ ഓൻ എന്താ ഈ ചലക്കുന്നത്? ഞാൻ ഈ കുണയ്ക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് കുറച്ച് കാശ് മുടക്കി 1-2 കാറും മേടിച്ചിട്ട് ഈ കുണ അടിച്ചിട്ട് തന്നെ അരിയും മേടിച്ച് ലൈഫ് സെറ്റാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ വേറെ ഏതെങ്കിലും ഒരുത്തൻ്റെ വാലല്ല, മനസ്സിലായോ? ഓൻ മണവാളുടെ മുന്നോ പിന്നോ ആണോ എന്ന് എനിക്കറിയാൻ പറ്റില്ലാത്താണെങ്കിലും ഒന്നിനെയും മുന്നിലോ പിന്നിലോ ഏതൊരു വാലാണോ ഓൻ്റെ ഓൻ കാറിൻ്റെ അകത്തുനിന്ന് കോണാന്നുള്ള ഡയലോഗൊക്കെ മോനെ റിങ്ങിൽ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. മണവാളിനോട് ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓൻ എന്തെങ്കിലും ഒന്നൊക്കെ പറയാണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നേരിട്ട് വന്ന് പറയുക, അല്ലാതെ ഇന്നെ കാണുമ്പോൾ ഒന്ന് പറയുക. അപ്പോൾ അവന് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഗതികേട് എന്താണെന്നുള്ളത്.
വല്ലോൻ്റെ ഒപ്പം നിന്നിട്ട് ഓൻ്റെ എച്ചിൽ നിന്നിട്ട് ഡയലോഗ് അടിക്കാൻ പറ്റും. ഓൻ്റെ നയിപ്പാണ്. ഇപ്പം മണവാളുടെ ഓൻ്റെ നയിപ്പാണ്, മനസ്സിലായോ? അത് ഓൻ ഫൈറ്ററാണ്, പ്രൊഫഷണൽ ഫൈറ്ററാണ്. ഓൻ അതിന് കഷ്ടപ്പെട്ട് കളിച്ച് എന്തൊക്കെ രീതിയിൽ റോള് കിട്ടിയാലും ഓൻ്റെ നയിപ്പിന് ഓൻ മെഡൽ മേടിച്ചു. അതിനിടയിൽ കൂടി ഇവ ഉണ്ടാക്കുന്നു, ഓൻ്റെ ഫാമിലി ഉണ്ടാക്കി നമുക്ക് പിന്നെയും നോക്കാം. പിന്നെ ഏതാണ് മരഭൂത് എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. അങ്ങനെ കുറേ എന്താ പറയുക ചെറിയ നക്കികൾ കാണും. എന്താണെങ്കിലും ഇതിൽ ഭയങ്കര വിവാദം ഉണ്ടാവാൻ കാരണം ഇതൊരു സ്റ്റേറ്റ് മെഡലാണെന്നാണ് മണവാളം പറഞ്ഞത്. ബൈ ദ വേ, മണവാളിനെ ഞാൻ ഇന്ന് വിളിച്ച് സംസാരിച്ച സമയത്ത് മണവാളം പറഞ്ഞത് ഇത് ഓർഗനൈസ്ഡ് ബൈ സ്പാർട്ടൻസ് മാർഷ്യൽ ആർട്സ് എന്ന് പറഞ്ഞുള്ളൊരു ടീമാണ് ഈ സംഗതി ഓർഗനൈസ് ചെയ്തതെന്നാണ് മണവാളൻ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ തേർഡ് പരിപാടിയാണിത്, 3ാമത്തെ പരിപാടിയാണ് അവർ ഇതേപോലെ ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പോൾ അറിയാലോ, നാട്ടിലിപ്പോൾ ഏതെങ്കിലും ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതേപോലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ടീമുകൾക്ക് എന്ത് ചെയ്യാം, ഒരു ടൂർണമെൻറ്റ് വെക്കാം. ഇപ്പോൾ ലീഗ് കളിക്കുന്ന, ഇപ്പോൾ ക്രിക്കറ്റ് ആകുമ്പോൾ എനിക്കറിയാം, ലീഗ് കളിക്കുന്ന ഒരു ടീമിന് KCA ടൂർണമെൻറ്റ്, KCL അഫിലിയേഷൻ മേടിച്ചൊരു ടൂർണമെൻറ്റ് വെച്ച് ടീമുകളെ പുറത്തുനിന്ന് വിളിക്കാം. അതുപോലെ ആയിരിക്കും. മണവാളിന് എനിക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അയച്ചിട്ടുണ്ടായി. അതിൽ MMA ഇന്ത്യ മിക്സ്ഡ് മാർഷ്യൽ ആർട്ട് ഇന്ത്യയുടെ ഒരു ലോഗോ എനിക്ക് വട്ടട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് MMA അസോസിയേഷൻ കേരളയുടെ ഒരു ലോഗോ ഉള്ള അതായത് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്താണ്, മെഡൽ എന്താണെന്നുള്ളതാണ് മണവാളിന് എനിക്ക് പേഴ്സണലി അയച്ചു തന്നിട്ടുള്ളത്. അതായത് ഇങ്ങനത്തെ അസോസിയേഷൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ അസോസിയേഷനിലൊക്കെ മെമ്പർഷിപ്പുള്ള ഒരു ടീമാണ് ഈ പരിപാടി നടത്തിയെന്നുള്ള രീതിക്കാണ് എനിക്കിത് മണവാളിന് അയച്ചിട്ടുള്ളത്. പക്ഷേ മണവാളൻ്റെ സംസാരത്തിൽ നിന്നും ഈ സ്റ്റേറ്റ് ജയിച്ചു, സ്റ്റേറ്റ് ചാമ്പ്യനായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം എന്ന് പറയും, കാണുന്ന വ്യൂവേഴ്സിന് ഇവിടുത്തെ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എന്താ, അത് സ്റ്റേറ്റ് നടത്തണം, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഒരു ക്രിക്കറ്റ് കോമ്പറ്റീഷൻ നടത്തുകയാണ്. അത് സ്റ്റേറ്റ് ലെവലിൽ നമ്മളുടെ ഓർഗനൈസേഷൻ മൊത്തത്തിൽ നടത്തണം. അല്ലാതെ ഏതെങ്കിലും ഒരു ക്ലബ് വൈസ് നടത്തിയിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ചാമ്പ്യൻ അല്ല. ഇത് പണ്ട് വുഷുവിൻ്റെ സീൻ ഉണ്ടായപ്പോൾ എങ്ങനെയായിരുന്നു, വുഷുവിന് എങ്ങനെയായിരുന്നല്ലോ, വുഷു ഇറക്കി മറ്റേ ബിഗ് ബോസിലുള്ള സമയത്ത് വുഷുവിൻ്റെ കുറേ സർട്ടിഫിക്കറ്റും വുഷുവിൻ്റെ കുറേ പരിപാടികളും വേൾഡ് ചാമ്പ്യനാണ് വുഷു എന്നുള്ള സാധനമൊക്കെ വന്ന സമയത്ത് അങ്ങനത്തെ ഒരു സ്കീമായി പോയി ഈ പറഞ്ഞ നമ്മളുടെ മണവാളിൻ്റെ സ്കീം. അപ്പോൾ ഇത് ഏത് രീതിയിലുള്ള വേൾഡ് ചാമ്പ്യൻ അല്ല സ്റ്റേറ്റ് ചാമ്പ്യൻ ഇനി വേൾഡിന് പോവും, ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊക്കെ ആഗ്രഹങ്ങളാവാം, ഒരു കുഴപ്പമില്ല. കാരണം മനുഷ്യനാണ്. ഇപ്പം ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്, എനിക്കെൻ്റെ രാജ്യത്തിന് കളിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു ഒരു കാലത്ത്. നമ്മളതിന് കേപ്പബിൾ അല്ല, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഏജ് കഴിഞ്ഞ് നമ്മൾ നിർത്തി. ബട്ട് സ്റ്റിൽ ആ ആഗ്രഹം മനസ്സിനകത്ത് കൊടുക്കും. അങ്ങനെ കണ്ടാൽ മതി ഇതൊക്കെ, ഓക്കെ. പക്ഷേ ഇത് കുറച്ച് ഓവറായിപ്പോയി മണവാളിൻ്റെ സ്കീം, മനസ്സിലായോ? ഇത് കാണുന്ന വ്യൂവേഴ്സിന് ഇത് ഏത് തരം ഫൈറ്റാണെന്നും ഇത് എങ്ങനത്തെ ഫൈറ്റാണെന്നുള്ളതൊക്കെ അത്യാവശ്യം കണ്ടാലും കേട്ടാലും അറിയാനുള്ള ഒരു സെറ്റപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ. അത് മണവാളൻ തിരിച്ചറിയാതെ പോയി എന്നുള്ളത് കൊണ്ടാണ് മണവാളുടെ ഈ ഒരു എയർപോക്ക് ഇപ്പം ഉണ്ടായിട്ടുള്ളത്, ഓക്കെ. പിന്നെ മണവാളുടെ ഈ കോമ്പറ്റീഷൻ നടത്തിയ ടീമും അസോസിയേഷനും ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള മാർഷ്യൽ ആർട്സ് ആണെങ്കിലും ഇനി വേറെ പാരലായിട്ട് ഇങ്ങനത്തെ കുറേ ഇങ്ങനത്തെ ആർട്ട് ഫോംസ്, ഇപ്പോൾ ക്രിക്കറ്റ് ഫുട്ബോൾ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഡിഫൈൻഡ് ബോഡി ഉണ്ട്. കരാട്ടെ, ബോക്സിങ്, MMA അങ്ങനത്തെ ഒക്കെ പരിപാടികൾക്ക് പല അസോസിയേഷൻസും പല ബോഡീസും പലതും തമ്മിലടിച്ച് പലതും ഞങ്ങളാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ, ഇല്ലെങ്കിൽ ഇപ്പുറത്താണ് മെയിൻ ആൾക്കാർ. ഇതൊക്കെ ഞാൻ അന്ന് വുഷുവിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പഠിച്ചതാണ്. വുഷു അസോസിയേഷൻ തന്നെ ഇവിടെ 2-3 മനസ്സിലായോ? ഞാനാ പ്രസിഡന്റ് പറഞ്ഞിട്ടൊരു ടീം നടക്കും, മറ്റോ വേറെ ഞാനാ പ്രസിഡന്റ് പറഞ്ഞ് നടക്കും. അങ്ങനത്തെയൊക്കെ സ്കീമുള്ള പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്, ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് സ്റ്റേറ്റ് ചാമ്പ്യനാണ്, നീ ആ സ്റ്റേറ്റ് അടിച്ചു എന്ന് പറയുമ്പോൾ ആ പെർട്ടിക്കുലർ ഓർഗനൈസേഴ്സ് വെച്ച പരിപാടിയിൽ അവർ ആ സ്റ്റേറ്റത്തെ ആൾക്കാരെ വിളിച്ചപ്പോൾ ആ ഓർഗനൈസറിൻ്റെ കീഴിൽ സ്റ്റേറ്റ് ചാമ്പ്യനായി, അല്ലെങ്കിൽ ആ പരിപാടിയിൽ അവരുടെ ആ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയെന്നല്ലാതെ കേരളത്തിൽ മൊത്തം ചാമ്പ്യനായി എന്നുള്ള സ്കീമിലേക്ക് ഈ സംഗതി കൊണ്ടുവന്നാൽ ഇതിലും കൂടുതൽ മണവാളൻ എയർ പോകും, ഓക്കെ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ പേര് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ ഈ MMA ഫൈറ്റിംഗ് ഒക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഭയങ്കര ഒരു MMA കാണുന്ന ഒരാളാണ്. ലൈക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. കബീബാണെങ്കിലും മെഗ്രഗർ ആണെങ്കിലും ഒക്കെ നമുക്ക് അവരെ കണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സാധനം ഉണ്ട്, മനസ്സിലായോ? മലയാളികൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ആർക്കും MMA എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, അങ്ങനത്തെ സീനൊന്നുമില്ല, ഓക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ട് പരിചയമുള്ള ആളുകൾ തന്നെയാണ് മലയാളികൾ. ഇത് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, ഇത് പ്രൊഫഷനായിട്ട് എടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുള്ളപ്പോൾ ഇതിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് മണവാളൻ്റെ ഒരു അപ്രോച്ചാണ്, റിങ്ങിലെ അപ്രോച്ച്. അതായത് ഇത് എന്ത് ബോഡി ലാംഗ്വേജ് ആണ്, ഓക്കെ. MMA ഇത് നാടൻ തല്ലാണോ, ഇത് MMA തന്നെയാണോ, ഓപ്പോണൻ്റ് എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇവിടെ മണവാളൻ്റെ ബോഡി ലാംഗ്വേജിനേക്കാൾ കൂടുതൽ ഓപ്പോണൻറ്റിൻ്റെ ബോഡി ലാംഗ്വേജാണ് എല്ലാവരും നോക്കിയിരുന്നത്.
അതായത് ഈ ഓപ്പോണൻറ്റിന് പ്രോപ്പറായിട്ടൊരു ഡിഫെൻസീവ് മൂഡിൽ നിൽക്കാൻ അറിയില്ല, കവർ ചെയ്യാൻ അറിയില്ല, ഡോഡ്ജ് ചെയ്യാൻ അറിയില്ല. മനസ്സിലായോ? മണവാളം മറ്റേ ഡാൻസിങ് റോസിനെ പോലെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ചാടിക്കളിച്ച് 2 പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ഓപ്പോണൻറ്റ് പറ്റ വീക്കാണ്, അയാൾക്ക് ഒരു രക്ഷയില്ലാത്ത ഒരാളാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും മണവാളൻ റീൽസിന് വേണ്ടിയുള്ള സാധനങ്ങൾ എടുത്തു തുടങ്ങി. അവിടെ ചാടി അടി കുത്ത് സാധനങ്ങൾ അങ്ങനത്തെ പരിപാടികൾ എടുത്തു തുടങ്ങി. അപ്പോൾ ഓപ്പോണൻറ്റ് അത്ര വീക്കായത് എങ്ങനെ? ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട് ഈ റീലുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇത്ര വീക്കായിട്ടുള്ളൊരു ഓപ്പോണൻ്റ് ആണോ, അത് ഒറ്റ ഫൈറ്റ് കൊണ്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയോ? അതോ ഈ പെർട്ടിക്കുലർ ടൂർണമെൻറ്റിൽ മണവാളിന് എത്ര ഫൈറ്റ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിഫറെൻറ്റ് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്നൊക്കെ പറഞ്ഞ് ഒരു സെയിം വെയിറ്റ് കാറ്റഗറിയിൽ ഒരു ഏജ് കാറ്റഗറിയിൽ കളിച്ചാലല്ലേ നമ്മൾ സ്റ്റേറ്റ് ചാമ്പ്യൻ ആവൂ. അപ്പോൾ ഇത് അങ്ങനെ ആയിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻ ആകുന്ന ഒരു മാച്ചിൽ ഇത്രയും വീക്കായിട്ടുള്ളൊരു ഓപ്പണൻറ്റിനെ കിട്ടിയെന്നുള്ളൊരു ചോദ്യമൊക്കെ എൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഭയങ്കരമായിട്ട് കളിച്ച സമയത്താണ് ഞാൻ ഈ ഓപ്പണൻ്റായിട്ട് വന്ന വ്യക്തിയുടെ ഒരു റീൽ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് വേറൊരു വ്യക്തി ഇവനെ മണവാളിനെ വെല്ലുവിളിച്ചിട്ട ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ചെയ്ത വ്യക്തി തന്നെ സ്റ്റോറിയിൽ ഈ ഓപ്പണൻ്റായിട്ട് മണവാളിൻ്റെ ഓപ്പണൻ്റായിട്ടുള്ള വ്യക്തിയെ ഫോൺ വിളിച്ചതിന് ശേഷം റെക്കോർഡ് ചെയ്ത സംഗതിയാണ്, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് റെക്കോർഡ് ചെയ്ത സംഗതി അയാൾ പറയുന്നത് കേട്ടോ. ഞാൻ 3 മാസമേ ഉള്ളൂ MMA സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഇത് എന്റെ കോച്ച് പറഞ്ഞു സ്റ്റേജ് ഫിയർ ഒക്കെ മാറല്ലേ, ഒന്ന് വാ ജസ്റ്റ് കണ്ടു നോക്ക്, ഇതൊരു ജസ്റ്റ് ഒരു മാച്ച്. അങ്ങനെ പറഞ്ഞിട്ടാണ് നീ റിംഗിൽ ഇറങ്ങിയത് അല്ല? ഇറങ്ങിയത് ഇങ്ങനെ ഇതെടുത്ത് യൂട്യൂബ് ഇടും കോപ്പ് ഉണ്ടാക്കുന്ന അതും ബ്രോ നമ്മുടെ എന്റെ സ്പെഷ്യൽ കാറ്റഗറിയാണ്. കാരണം എനിക്ക് 30 വയസ്സുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു MMA ഇതിന് ഇറങ്ങിയത്. ഇത് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഒന്നല്ലല്ലോ, ഒരു കോപ്പും അല്ല ഇത്. അതും ബ്രോ സാധാരണ ഉള്ള 3 മിനിറ്റിന്റെ മാച്ച് അല്ലേ, 1.5 മിനിറ്റിന്റെ സ്പെഷ്യൽ മാച്ച് ആണ്. കാരണം ചുമ്മാ ഇത് അറിയാനും ഒപ്പണന്റ് അറിയാനും. ഞങ്ങള് 2 പേരുണ്ട്, ഞാനും പിന്നെ ഒരു 46 വയസ്സുള്ള ഡോക്ടറും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്താ. ഈ എങ്ങനെ വന്നു ഇവൻ ഇതിട്ട് ഇത്രയും ഷോ കാണിക്കുന്നൊന്നും അല്ല, അവൻക്കുള്ള പണി കൊടുത്തിട്ടുണ്ടല്ലോ, സീനില്ല. നിങ്ങൾ കേട്ടല്ലോ. അതായത് അയാള് കുറച്ച് മാസങ്ങളായിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുള്ളൂ. അയാളുടെ കാറ്റഗറിയിൽ അയാൾ സ്പെഷ്യൽ കാറ്റഗറിയിൽ ഫൈറ്റ് ചെയ്യാൻ വന്ന ഒരാളാണ്. ഓപ്പണൻ്റ് ആയിട്ടുള്ള മണവാളിന് ഇത് ഇങ്ങനെയൊക്കെ റീൽസ് ആക്കും അല്ലെങ്കിൽ യൂട്യൂബ് ആക്കും എന്നുള്ളത് അയാൾ അറിഞ്ഞില്ല എന്നും. അയാളുടെ ടെക്നിക്ക് കണ്ടാൽ നമുക്കറിയാം. കമ്പയറിങ് ടു മണവാളിൻ്റെ ടെക്നിക്ക്, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ടെക്നിക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അയാൾക്ക് അറിയില്ല സംഗതി. മനസ്സിലായോ? അങ്ങനെ അറിയാത്ത ഒരു ആളെ ഇടിച്ചിട്ടിട്ട് പിന്നെ അതിൽ മാസമാണ് ചാമ്പ്യനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ആ യൂണിവേഴ്സ് വിശ്വസിക്കില്ല മണവാളാണ്. ഓക്കെ, പിന്നെ ഈ ഈഗിളിനെ വെല്ലുവിളിക്കുക, അതേപോലെ നമ്മളെ പറയുക, നിങ്ങളെ പറഞ്ഞവരൊക്കെ ക്രിറ്റിസിസം ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം മണവാളൻ. മനസ്സിലായി? ക്രിറ്റിസിസം ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ക്രിട്ടിസൈസ് ചെയ്യും ആളുകൾ, നല്ലതല്ല കാണുന്നത് അല്ലെങ്കിൽ ഒരു ഫേക്ക്നെസ് തോന്നിക്കഴിഞ്ഞാൽ ആളുകൾ അത് പറയും. ഇപ്പോൾ മണവാളിൻ്റെ ഒരു റീസെൻ്റ്ലി കേസ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരാളാണ്. കേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? മെൻ്റൽ ഹെൽത്ത് ശരിയല്ല, സ്റ്റേബിൾ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മണവാളിനെ എന്ത് ചെയ്തത്? അവിടുന്ന് മുടി വെട്ടി അങ്ങനെ സ്കീം ആയതിനു ശേഷമാണ് മണവാളിനെ ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നൊരു ഇത്രയും ദിവസത്തിൻ്റെ ഇടയിൽ പിന്നെ ഒരു മാച്ചിന് പോകുമ്പോൾ നിങ്ങൾ റിക്കവർ ആയോ, നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്താ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. മനസ്സിലായോ? കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു മണവാളിന് അവിടെ. അപ്പം എന്താ പറയുക, നമ്മളൊരു കോമ്പറ്റീഷന് പോയി, നമ്മൾ ആ കോമ്പറ്റീഷൻ ജയിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ സെൻസിൽ ഞാൻ പോയിട്ടോ ജയിച്ചു കിട്ടോ. ഇതല്ലാതെ ക്രിട്ടിസൈസ് ചെയ്ത് എല്ലാവരെയും പിടിച്ചിട്ട് ഒപ്പം 10 ആളി നിർത്തിയിട്ട് മറ്റവനെ കൊണ്ട് കാറിലുള്ളവനെ പറയിപ്പിക്കുക, അപ്പുറത്ത് വേറൊരാളെ കൊണ്ട് ട്രോഫി കിട്ടിയ ആളെ പറയിപ്പിക്കുക. നാട്ടുകാർ മൊത്തത്തിൽ പറയുന്നപ്പോൾ മണവാളൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. മനസ്സിലായില്ലേ? ഊക്കോട് ഊക്കാണ് കമൻറ്റ് ബോക്സിൽ. അങ്ങനെ ഏറെക്കാണ്. ഞാൻ മണവാളിനോട് പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ ഒക്കെ മണവാളിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കാം. നാട്ടുകാരുടെ വെല്ലുവിളി വേണമെങ്കിൽ സ്വീകരിക്കാതിരിക്കും നിങ്ങളെ ഇഷ്ടം. പക്ഷേ ഇത് നിയമപരമല്ല, ഇത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? ഷാജഹാനും മണവാളിനും ഉള്ള വെല്ലുവിളി സീനിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് അൺആക്സെപ്റ്റബിൾ ആണ്. ഇവിടെ ഇന്ത്യൻ നിയമപ്രകാരം ബെറ്റ് വെച്ചോ ഇതേപോലെ വെല്ലുവിളിച്ചോ നിങ്ങൾക്ക് ഒരു റിങ് ഇട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കലാപാഹ്വാനം എന്നും പറഞ്ഞും അല്ലെങ്കിൽ ബാക്കിയുള്ള പരിപാടി സോഷ്യൽ മീഡിയ വഴി ഇങ്ങനത്തെ സാധനങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ കേസ് വരും. ഈ പരിപാടിക്ക് നിൽക്കരുത്. ഇത് മണവാളിനോട് അങ്ങോട്ട് ഫൈറ്റിന് വെല്ലുവിളിക്കുന്നവരോട് പറയാം, വെല്ലുവിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ദുബായി പോയിട്ട് വല്ല കളിയും വെച്ചിട്ട് അവിടുന്ന് വെല്ലുവിളിച്ച് കളിച്ചുകൊണ്ടു. നാട്ടിൽ ഈ പണി നടക്കില്ല. കാരണം നിങ്ങൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേണ്ടത്, മണവാളിനാണെങ്കിലും ബാക്കിയുള്ളവരോട് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഇമോഷണൽ സ്പേസിൽ ചിലപ്പോൾ അടിക്കും പിടിക്കുന്നു പറയും. ഞാനും പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഇരുന്നിട്ട്. ഓക്കെ, 2-3 വട്ടം ഞാനും പറഞ്ഞിട്ടുണ്ട്, അടിച്ച് ചള്ള എന്തിരിക്കും എൻ്റെ കണ്ണ് കണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അത് ഇമോഷണൽ സ്പേസിൽ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് അത്രയും ഹേർട്ട്ഫുൾ ആവുന്ന സമയത്തോ നമ്മൾ പറയുന്നത്. അല്ലാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ചലഞ്ചായിട്ട് നമുക്ക് ഫൈറ്റ്, ഇതൊരു വേറൊരു തരം എന്താ പറയുക, ഒരു കൾച്ചർ അല്ലെങ്കിൽ വേറൊരു തരം സാധനം കുട്ടികൾക്ക് നിങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. നാളെ ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് ചെയ്ത് ഫൈറ്റ് ചെയ്തിട്ട് ചെക്കന്മാരൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേറെ സെൻസ് പോകും. ഞാനിത് മണവാളിനെതിരെ ചലഞ്ചിങ് സാധനം വന്നത് ഞാൻ ഇവിടെ വെക്കാം. നീ മണവാള, ഞാൻ നിന്നെ വെല്ലുവിളിക്കാം, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ പറ. ഞാൻ ഇൻസ്റ്റയിൽ മണവാളന്റെ ഒരു ഫൈറ്റിംഗ് വീഡിയോ കണ്ടു. ഫൈറ്റിംഗ് ആന്ന് പറഞ്ഞിട്ടാണോ സ്റ്റോറി ഇട്ടിരിക്കണ സ്റ്റേറ്റ് ആന്ന് പറഞ്ഞിട്ട്. MMA ഫൈറ്റിംഗ് ഒരിക്കലും അങ്ങനെയല്ല. ഇതൊരുമാതിരി നാടൻ തല്ലി ഏതൊരു ബംഗാളിന് 500 റുപ്യ കൂലിയും ഒരു ചായയും വാങ്ങി കൊടുത്തുകാണ്ട് വിളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതിന്റെ താഴെ ഒരു കമന്റ് ഇട്ടോളും കുറെ പേര് പറഞ്ഞ് ഫേക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഈ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോകുമ്പോൾ വെയിറ്റ് കാറ്റഗറി അനുസരിച്ച് മിനിമം അവന്റെ ഒരു വെയിറ്റിന് ഒരു 4-3 പേര് എന്തായാലും ഉണ്ടാവും ഓപ്പണന്റ് ആയിട്ട്. ഇതിപ്പോ ഒന്നും അറിയാണ്ട് ഫൈറ്റ് ഒന്നും അറിയാത്ത വെറുതെ പോയിട്ട് സ്റ്റേറ്റ് എടുത്ത് കൊടുക്കുക. വർഷങ്ങളോളം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ പൊട്ടന്മാരാ. ഞാൻ മണവാള നിന്നെ വെല്ലുവിളിക്കണേ, ഒരു ഓപ്പൺ ഫ്രണ്ട്ലി മാച്ച് നീ എന്നിട്ട് ഫൈറ്റ് ചെയ്യാണ്ടോ? നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരും. ഞാൻ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ഫൈറ്റിംഗ് ഉണ്ട്, അവിടെ ഞാൻ പോയിരുന്നു. അവിടെ മണവാളിനി ഒരാളും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതല്ലാണ്ട് വേറൊരു എന്റെ അറിവിലോ ഞങ്ങളെ ഫൈറ്റിംഗ് ഗ്രൂപ്പിലോ കാര്യം ഇങ്ങനെ ഒരു ഫൈറ്റിന്റെ കേസ് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഫേക്ക് ആണെന്നാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിയില്ല. അവന്റെ ഫാമിലികൾ തമ്മിലുള്ള എല്ലാവരും കൂടി കൂടിയാണ്ടുള്ള ഫൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി മണവാള ഇനി MMA ആയിക്കോട്ടെ, മുയ്തായി ആയിക്കോട്ടെ, കിക്ക് ബോക്സിംഗ് ആയിക്കോട്ടെ, എന്തിനാലും നീ ഏതിനാണ് റെഡി, അതിന് ഞാൻ തയ്യാറാണ്. നീ വീണ്ടും പറയുന്നത്, നീ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ വെല്ലുവിളിക്കാം, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാം. എനിക്ക് മണവാളനോട് ഒരു കാര്യം പറയാനും. മണവാളൻ, ഞാൻ ഇന്നലെ മണവാളന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ കുറെ പേര് പേഴ്സണലായിട്ടും അതുപോലെ കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ബ്രോ ഇത് ഫേക്ക് ആണോ, അത് റിയൽ ആയിട്ടുള്ള സംഭവമാണോ? സംഭവം എന്ന് വെച്ചാൽ 100% ഫേക്ക് ആണ്. ഇതൊരു പഞ്ചായത്ത് മാച്ചാണ്. അങ്ങനൊരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് അവന് ഇറങ്ങിയിട്ടില്ല. അത് പറയാൻ കാരണം എങ്ങനെയാന്ന് വെച്ചാൽ ഇവന്റെ ഓപ്പണന്റ് ഉണ്ട്, അവന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. മെസ്സേജിൽ എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. ആകെ 2 പേര് മാത്രമേ അതിൽ പങ്കെടുത്തിട്ടുള്ളൂ. പിന്നെ ഇവൻ പോലും അറിയാണ്ടാണ് ഇവന്റെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് ഇവന് യൂട്യൂബിൽ അതിലെന്തെങ്കിലും അപ്ലോഡ് ചെയ്തത്. ഞാൻ 3 മാസമായുള്ളൂ MMA സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഇത് എന്റെ കോച്ച് വന്ന് സ്റ്റേജ് ഇറങ്ങി മാറല്ലേ, ഒന്ന് വാ ജസ്റ്റ് കണ്ടു നോക്ക്, ഇതൊരു ജസ്റ്റ് ഒരു മാച്ച്. അങ്ങനെ പറഞ്ഞിട്ടാണ് നീ റിംഗിൽ ഇറങ്ങിയത് അല്ല? ഇറങ്ങിയത്. ഞാനത് ചോദിക്കുന്നത്, അതിപ്പോ ഈ മണവാളിന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് തന്നാണ്ട് വീഡിയോ കാര്യം ഇട്ടുണ്ട്, അത് സ്റ്റേറ്റ് അല്ലല്ലോ. അപ്പൊ ഇത് ആ കോച്ച് കാര്യങ്ങൾ വീഡിയോ ഇതൊരു പഞ്ചായത്ത് മാച്ചാണ്, അത് മനസ്സിലായി. പക്ഷെ അതല്ല, അപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോ ബ്രോക്ക് മനസ്സിലായിട്ടില്ല ഇവ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കണ്ടന്റിന് വേണ്ടി ചെയ്യാന്നുള്ളത്? ഞാൻ ഇങ്ങനത്തെ ഇതൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ ഇതിനൊക്കെ സപ്പോർട്ട് കോച്ച് സപ്പോർട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ, ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ചെയ്യുമ്പോ? മോശം ആർക്കും അറിയത്തൊന്നും ഇല്ലായിരുന്നു ഈ സംഭവം. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഇത്രയും വീഡിയോ ഇട്ട് ഇപ്പൊ ലൈവ് ഇടുവന്ന് നല്ല ആർക്കും അറിയില്ലായിരുന്നു. സംഭവം ഉടായിപ്പാണോ ഈ ഫൈറ്റിംഗ്? അതായത് 3 മാസം എക്സ്പീരിയൻസ് ഉള്ളൂ, അത് വെച്ചിട്ട് നീ റിംഗിൽ ഇറങ്ങിയത് കൂടെ. മണവാളൻ വീണ്ടും പറയുന്നു, നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റോ കാര്യങ്ങളോ എടുത്തിട്ട് നീ ചെയ്യും. അല്ലാണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചാണ്ട് നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇത് ശരിയല്ല. പിന്നെ മറ്റുള്ളവരെ മുന്നിൽ ഷോ ഓഫ് ഇറക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ചെയ്യണൊക്കെ ഇത് വെറും തന്തയില്ലാത്തരെന്നാ പറയാം. പക്ഷെ ഞാൻ നിന്നെ ചലഞ്ച് ചെയ്ത് മറക്കണ്ട, നിനക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ ചലഞ്ചും എക്സ്പോസിംഗ് ഒക്കെ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഒരു ഫേക്ക് യൂണിവേഴ്സ്, ഫേക്ക് വേൾഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട എന്നുള്ള കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. എഗെയിൻ ഞാൻ മക്കളോട് പറയുന്നു, ഇങ്ങനത്തെ പരിപാടികളിലൊന്നും പോയിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ വിശ്വസിച്ച് പോയി തല വെച്ച് കൊടുക്കരുത്. ഓക്കെ, ഇതൊക്കെ മാസ് കാണിക്കാൻ വേണ്ടി ചുമ്മാ പൂച്ചാണ്ടി കാണിക്കുന്ന കുറേ പരിപാടികളാണ്. ഇപ്പോൾ മണവാളിനൊരു ഫൈറ്ററാണ് അല്ലെങ്കിൽ ട്രെയിൻഡ് ഫൈറ്ററാന്നുള്ളതൊക്കെ അറിയാം. പക്ഷേ അത് പ്രൊഫഷണൽ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ മണവാളൻ ശ്രമിക്കുക. അതൊരു ഷോ ഓഫ് ആക്കരുത്. നമ്മളെപ്പോഴും നമ്മളെ പ്രൊഫഷനോട്, ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്, ഞാൻ ഭയങ്കര റെയറായിട്ടാണ് എൻ്റെ ക്രിക്കറ്റ് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാറോ അതിനെക്കുറിച്ച് സംസാരിക്കാറോ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു കാണില്ല, വളരെ റെയറായിരിക്കും. ഞാൻ പ്രൊഫഷണലി ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരാളാണ്, ഇപ്പോഴും അത് പ്രൊഫഷനായിട്ട് തന്നെ കൊണ്ടുപോകുന്നു ഒരു സൈഡിൽ കൂടി. അതിൻ്റെ പാഷനാണ്, നമ്മളത് ഷോ ഓഫിന് വേണ്ടിയുള്ള ഒരു ഐറ്റം അല്ല. ഓക്കെ, ഷോ ഓഫിന് വേണ്ടിയില്ല. ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമ്മളുടെ CCL ടീമുമായിട്ടുള്ള ഒരു മാച്ചിന് പോയപ്പോൾ തന്നെ ചുറ്റോറും ക്യാമറ ഉള്ളപ്പോൾ തന്നെ ഞാൻ അറിയാതെ എൻ്റെ വായിന്ന് വന്നുപോയി, ആര് വന്നാലും അടിക്കും പറയുന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ തന്നെ പിന്നെയും വിചാരിച്ചു വേണ്ട, ഇത് എൻ്റെ പ്രൊഫഷനാണ്, അവിടെ ഞാൻ ഒരിക്കലും എൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയ സ്പേസ് കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് ഷോ ഓഫ് ആയി പോകും. ഈ മണവാളം കാണിച്ച പോലെ നിനക്ക് നിൻ്റെ ഈ പ്രൊഫഷനോട്, നിൻ്റെ പാഷനോട് ഇത്തിരിയെങ്കിലും നിനക്ക് സ്നേഹവും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് നീ നിൻ്റെ ഈ റീച്ചിന് വേണ്ടിയിട്ടോ, നിൻ്റെ ഈ ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ടോ, മാസ് കാണിക്കാനോ വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യരുത്, ആ സാധനം യൂസ് ചെയ്യരുത്. പിന്നെ ഈ കുട്ടികളുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കൾച്ചർ ഇട്ട് കൊടുക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്, ചലഞ്ച് പരിപാടികൾ ഇട്ട് കൊടുക്കരുത്. മനസ്സിലായോ? പിന്നെ കൂടെയുള്ള അവനോട് പറഞ്ഞേക്ക്, അത്യാവശ്യം നല്ലൊരു കാറ് വാങ്ങി കണ്ടന്റ് ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആയിട്ട് വന്നിട്ട് മതി കൊണാക്കിണെന്നുള്ള വർത്താനം. ഓക്കെ,
കാരണം എന്താ അറിയോ, നീ പറഞ്ഞ ഞാൻ ഓക്കെയാണ്, ഇപ്പം മണവാളം പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. കാരണം മണവാളിനെ അറിയാം ഞാൻ ഏതൊരു വേവ് ലെങ്ത്തിലാണ് മണവാളിനോട് സംസാരിക്കാൻ പറയാറെന്നുള്ളത്. ഇനി നീ പറഞ്ഞു കൊടുത്തിട്ടാണോ അപ്പുറത്തെ ഒരുത്തം വന്ന് അടിച്ചത് നമുക്കറിയാൻ പാടില്ല. പക്ഷെ നിനക്ക് കാര്യങ്ങൾ അറിയാം ഞാൻ ഏത് രീതിയിലാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാറെന്നുള്ളത്. അത് ഒപ്പമുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ ഈഗിളിൻ്റെ കേസിലാണെങ്കിലും അവിടെ നിന്നിട്ട് പൊളിഞ്ഞിട്ട് ഈഗിൾ മറ്റേ ട്രോഫി, അതായത് ഓരോരുത്തർക്കും ഓരോ എഫേർട്ട്. ഈഗിൾ കളിച്ച് നേടിയത് അല്ലെങ്കിൽ കണ്ടന്റ് കിട്ടി നേടിയതാണ്, ഇട്ട് നേടിയ ഒരു ട്രോഫിയാണത്. അപ്പോൾ വീട്ടിലുള്ള ബാക്കിയുള്ളവർ അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് വർത്താനം പറയുമ്പോൾ നീ ആദ്യം മനസ്സിലാക്കേണ്ടത് നിനക്ക് കിട്ടിയതിന് അപ്പോൾ ഒരു വാല്യൂ ഇല്ലാതെ ആവുന്നതാണ്. എല്ലാവർക്കും അവരുടെ വാല്യൂ ഉണ്ട്, അവർ ചെയ്യുന്ന പ്രൊഫഷനൊരു വാല്യൂ ഉണ്ട്, മനസ്സിലായോ? അതാദ്യം മനസ്സിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനത്തെ ഗിമിക്കുകൾ കാണിക്കാൻ വേണ്ടി നിൽക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്നല്ല ഊക്കോ ഏറോ ആയിട്ട് പോവും. പിന്നെ അതൊന്നും കുഴപ്പമില്ല, നാണോ മാനോ ഇല്ലാതെ റീച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ട് എന്നുള്ള രീതിക്കാണ് മെൻറ്റാലിറ്റി എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അങ്ങനെയുള്ളവരോട് ഞാൻ ഒന്നും പറയാനുമില്ല.